ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 പുതിയ യൂണിയൻ ബഡ്ജറ്റിനെ കുറിച്ച് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ PM കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീഡിയോ മുഴുവൻ കാണുക. പുതിയ കൂട്ടുകാർ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓണാക്കി വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾക്കറിയാവുന്നതുപോലെ PM കിസാൻ സമ്മാൻ നിധിയിൽ വർഷത്തിൽ 6000 രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ഇത് 3 ഗഡുക്കളായിട്ടാണ് വിതരണം ചെയ്യുന്നത്. ഇതിന്റെ 19ാം ഗഡു ഈ വർഷം ഫെബ്രുവരി മാസം എല്ലാ കർഷകരുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായി ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഈ വർഷത്തെ PM കിസാൻ സമ്മാൻ നിധി ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതും 60,000 കോടി രൂപയാണ്. പിന്നൊരു അപ്ഡേറ്റ് ഉള്ളതും PM കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ വായ്പാ സഹായം 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷത്തിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഈ വായ്പാ സഹായം ഉപയോഗിക്കാനായിട്ട് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കർഷകരുടെ കൃഷിഭൂമിയുടെ വിസ്തീർണം, അതോടൊപ്പം തന്നെ അതിൽ ചെയ്യുന്ന വിളയുടെ അനുസരിച്ചാണ് ഓരോ ബാങ്കുകളിലും കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. ഇതിന്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് ATM കാർഡ് പോലെ ഒരു കാർഡ് കൂടി നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ലഭിക്കുന്ന വായ്പാ തുക മുഴുവനായിട്ടോ കുറച്ചായിട്ടോ പിൻവലിക്കാൻ സഹായിക്കും. കുറച്ച് മാത്രമാണ് പിൻവലിക്കുന്നെങ്കിൽ ആ തുക മാത്രം പലിശ അടച്ചാൽ മതിയാകും. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ പലിശ സബ്സിഡി കൂടെ ഇതിലുള്ളത് കൊണ്ട് നമുക്ക് 4% മാത്രമേ വർഷം തോറുമുള്ള ഇൻട്രസ്റ്റ് വരുള്ളൂ. അതിനാൽ ഈ ആനുകൂല്യത്തിന് അർഹതപ്പെട്ടവർ അടുത്തുള്ള ബാങ്കുമായിട്ടോ അക്ഷയ സെന്ററുമായിട്ടോ ബന്ധപ്പെടേണ്ടതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാർ ആരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓണാക്കി വെക്കുക. ഉപകാരപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.